ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ഒബി എലപ്പുറം, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേന്ദ്ര മുൻ മന്ത്രി കൂടിയായ ശ്രീ മുരളീധരൻ സാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സമയം അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു. എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള ഒരു വെപ്രാളത്തിലാണ്. 2 വാക്ക് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഞാൻ ഈ BJP-യിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ സമീപിച്ച നേതാക്കളോട് ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ കമ്മ്യൂണിസം വിട്ടു എന്നെനിക്ക് പരസ്യമായി പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കമ്മ്യൂണിസം വിട്ടു, എന്തുകൊണ്ട് BJP ചേർന്നു എന്നെനിക്ക് പരസ്യമായി പറഞ്ഞു മാത്രമേ ഞാൻ BJP-യിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞു. അതിനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇന്ന് ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കിയത്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ കടയ്ക്കാവൂര് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലെൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു, കമ്മ്യൂണിസമായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് 11ാം വാർഡിൻ്റെ കടയ്ക്കാവിലെ വിവിധ ഭാഗങ്ങളിലെ പല നേതാക്കളെയും പോയി കണ്ടു. അവർ പലരും മുന്നോട്ട്. ഞാൻ ഏറ്റവും സീനിയറായ കടയ്ക്കാവിലെ ഏറ്റവും സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ആരാണെന്ന് പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എനിക്ക് എങ്ങനെ BJP-യിൽ പോകാൻ പറ്റിയെന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് എങ്ങനെ BJP-യിൽ പോകാൻ പറ്റിയെന്നാണ്. ഞാൻ ഒറ്റ കാര്യമേ അവരോട് പറഞ്ഞോളൂ. ആ നേതാവിനോട് പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചു. ഈ നാഴിക്ക് 40 വട്ടം അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം എങ്ങനെയാണ് അധ്വാനിക്കാതെ കോടീശ്വരന്മാരായത്? ആ ഫോർമുല ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അധ്വാനിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ യാതൊരു സംശയം. പക്ഷേ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ആണയിടുന്ന നേതാക്കളെല്ലാം, കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കളെല്ലാവരും, പിണറായി വിജയൻ മുതൽ ഇങ്ങേറ്റത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ വളരെ എങ്ങനെ കോടീശ്വരന്മാരായെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിസം ഇങ്ങനെ ആയിപ്പോയി, അതപ്പോൾ ഇനിയൊരു തിരിച്ചു പോക്കില്ല, ഇനി കമ്മ്യൂണിസത്തിനോട് തിരിച്ചു പോക്കില്ല, നിന്റെ ഭാഗമാണ് ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് നീ പുറത്തു പോയി ആരുടെ പറയരുതെന്നുള്ള പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ വാചകം പുറത്തു പോയി നീ ആരുടെ പറയരുത്, നിന്റെ ചെവിയിൽ ഇരുന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പലരെയും കണ്ട് BJP-യുടെ പ്രസക്തിയും BJP-യിൽ ചേർന്ന കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, ഈ കാണിക്കപ്പെട്ടിൽ കൈകിട്ട് വരുന്ന കമ്മ്യൂണിസം അല്ല ഞാൻ പഠിച്ച കമ്മ്യൂണിസം. അത്തരം കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ജനങ്ങളുടെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തത്. കാണിക്കപ്പെട്ടി കൈകിട്ട് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല ഞാൻ കണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ. അത്തരക്കാരോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ടു തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും പല രാജ്യങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പല കോണിൽ നിൽക്കുന്ന പല രാജ്യത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ അവിടെ ചെന്ന് വെറും സാധാരണക്കാരത്ത് ചെന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഐ ആം ഫ്രം ഇന്ത്യ എന്ന് മാത്രം പറ്റുമ്പോൾ, ഓ ഇന്ത്യ, നരേന്ദ്രമോദി, ഓ എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടുന്ന ആ വാം വെൽക്കം പല രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്കും അനുഭവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തിലൂടെ തലയുയർത്തി നിൽക്കുന്ന നരേന്ദ്രമോദി എന്നൊരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമാണെന്ന് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. പിന്നെ കാലഹരണപ്പെട്ട ഒരു പ്രത്യയ ശാസ്ത്രവും തലച്ചുകൂടായി കൊണ്ടു നടക്കാൻ എനിക്കിനി വയ്യ, ഇനി അതിന് പ്രസക്തിയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനം കൊണ്ട് നടക്കാനും എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാവരും, എല്ലാ സഖാക്കളും ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിലും അവരെല്ലാവരും സോവിയറ്റ് യൂണിയനിലും ചൈനയിലും പോളണ്ടിലും ക്യൂബയിലൊക്കെ ആയിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. എൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ തിരിച്ചെത്തി, ഭാരതത്തിൽ തിരിച്ചെത്തി. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഭാരതത്തിൽ കാണുന്നു. എൻ്റെ ശരീരം പോലെ തന്നെ എൻ്റെ മനസ്സും ഞാനിപ്പോൾ ഭാരതത്തിലാണ്. ഈ ഭാരതത്തിൽ ഞാൻ കാണുന്നു. വേദങ്ങൾ പറഞ്ഞ നാട്ടിൽ ഞാൻ തിരിച്ചെത്തി, ഉപനിഷത്തുകൾ പറഞ്ഞ നാട്ടിൽ ഞാൻ തിരിച്ചെത്തി. ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ ഭാരതത്തിൽ ഞാൻ ഇപ്പോഴാണ് തിരിച്ചെത്തിയത്. പക്ഷേ ഇപ്പോഴും തിരിച്ചെത്താത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ തേരാപാര ഇവിടെ അനാഥ പ്രേതങ്ങൾ പോലെ നടക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ് ബുദ്ധി ഒതുക്കുന്നത് എനിക്കറിയില്ല. ഒരു തരം കാപ്പിരികളുടെ സ്വഭാവമാണ്. കാരണം അവരുടെ മനസ്സിൽ ആ മസ്തിഷ്കത്തിൽ എന്നാണ് വെളിച്ചം കയറുന്നത് എനിക്ക് അറിയത്തില്ലത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പഠിച്ചു. കാരണം തിരിച്ചറിവെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് തിരിച്ചറിവുണ്ടായി. ഇത്തിരി കാലം എടുത്തു എനിക്ക് തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവുണ്ടായപ്പോഴാണ് എനിക്ക് BJP-യുടെ പ്രസക്തി മനസ്സിലായതും കമ്മ്യൂണിസത്തിൻ്റെ പ്രാധാന്യമില്ല മനസ്സിലായതും ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലായതും ഞാൻ അത് വിട്ടതും. അത് തുറന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ എൻ്റെ ശബ്ദം ഇത്തിരി അറിഞ്ഞു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഇത് പറയാനാണ് നേരം.
കടയ്ക്കാവൂർ പഞ്ചായത്തിലെ ആൾക്കാരത്തൊക്കെ ഞാൻ എങ്ങനെ കമ്മ്യൂണിസം വിട്ടു, എങ്ങനെ BJP ചേർന്നെന്ന് പറഞ്ഞ് എൻ്റെ തൊണ്ട സൗണ്ട് ഇല്ല എനിക്കിപ്പോൾ. മറ്റൊന്ന്, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കടയ്ക്കാവൂർ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ ഭരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കും. ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും BJP-ക്കാരാണ്. പക്ഷേ ഇത് കേൾക്കാനായിട്ട് ആ നെല്ലിക്കാമുക്ക് ജംഗ്ഷൻ്റെ പല മൂലയിലായിട്ട് വന്ന് നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുണ്ട്. എനിക്കറിയാമോ ആരൊക്കെയാണ് അവിടെ മൂലയിലവിടെ വന്ന് നിൽക്കുന്നവരൊക്കെ അറിയാം. അവരുടെയൊക്കെ ചെവികളിൽ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കടയ്ക്കാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും കൂടെ വർഷങ്ങളായി, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇതാണ് ഭരിക്കുന്നത്. പക്ഷെ എന്ത് മാറ്റം ഉണ്ടായി ഇവിടെ കടയ്ക്കാവൂർ? നിങ്ങൾ കണ്ടോളൂ, എന്ത് മാറ്റം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായ ആൾക്കാർ ഇപ്പോൾ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്താ പരിഷ്കാരം ഇവിടെ നടത്തിയത്? അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കോഴിയെ കൊടുത്തു, 12 കോഴിമുട്ട കൊടുത്തു, പിന്നെ പച്ചക്കറി വിത്ത് കൊടുത്തു, 17 വാഴക്കന്ന് കൊടുത്തു, കക്കൂസ് കൊടുത്തു. ഇതാണോ വികസനം? ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, കോൺഗ്രസ് മെമ്പർമാരും എല്ലാവരും കഴിഞ്ഞ 5 വർഷം ഒരുമിച്ചിരുന്ന് ഭരിച്ചവരാണ്. ഒരുമിച്ച് ആ പഞ്ചായത്തിലിരുന്ന് മണനാക്കെന്ന് വരുന്ന ബിരിയാണി മാച്ച് കഴിച്ചുകൊണ്ടിരുന്ന് കടയ്ക്കാവൂരിനെ മറന്ന ഭരണാധികാരിയാണ് കടയ്ക്കാവൂർ ഇപ്പോഴും ഉള്ളത്. അവിടെ രാഷ്ട്രീയമില്ല, 2 പാർട്ടിക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുണ്ട്. അതുകൊണ്ട് കടയ്ക്കാവൂരിലെ ഈ ബിരിയാണി രാഷ്ട്രീയം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഒരു ബിരിയാണിയുടെ ചുറ്റും ഇരുന്ന് രാഷ്ട്രീയമില്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ. ഇവിടുത്തെ ജനങ്ങളില്ല, ഇവിടുത്തെ വികസനമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ബിരിയാണി രാഷ്ട്രീയം അവസാനിപ്പിക്കാനായിട്ട് BJP-യുടെ ശക്തമായ രീതിയിലോട്ട് വരവ് വന്നാലേ പറ്റും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പ് തരുന്നു, കടയ്ക്കാവൂർ പഞ്ചായത്തിൻ്റെ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പക്ഷെ അതിന് BJP-യുടെ എല്ലാ അംഗങ്ങളും ജയിച്ച് മാറിയാലേ പറ്റൂ. എല്ലാ അംഗങ്ങളും ജയിച്ചു മാറണം. ഉറപ്പാണ്, അടുത്ത പഞ്ചായത്തിൻ്റെ ഭരണം BJP-യുടെ കയ്യിലായിരിക്കും. നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത മാറ്റമാണ് ഇത്. ഞാൻ എൻ്റെ വലത് കൈയെടുത്ത് എൻ്റെ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിലേക്കാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാണ് ഞാൻ പറഞ്ഞത്. കടയ്ക്കാവൂർ പഞ്ചായത്തിന്റെ ഭരണം BJP-യുടെ കയ്യിലാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്. അതിന് എല്ലാവരും ഇതിന്റെ സന്ദേശവാഹകരായി മാറണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിന്റെ സന്ദേശവാഹകരായി മാറണം. കമ്മ്യൂണിസം എന്താണ്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അടുത്ത മലയാള പാച്ചിലേക്ക് ഒഴിച്ചു പോകാൻ നോക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യം അതാണ്. അത് എല്ലാവരും ഇതെല്ലാ വീടുകളിലും ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേറ്റുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള അധ്വാനം, ഇനിയുള്ള സമയം അതിനുവേണ്ടി മാറ്റിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്ത എൻ്റെ എല്ലാ നേതാക്കളോടും ഒരിക്കൽ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.